നമസ്കാരം. ശ്രീസ് ലേണിംഗിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ്. അടുത്തിടെ വാർത്തകൾ വന്നത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ്? രാംനാഥ് കോവിന്ദ്. അപ്പോൾ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാംനാഥ് കോവിന്ദ്. കേന്ദ്രമന്ത്രിസഭ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ നിർദ്ദേശപ്രകാരം ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ഒരു നിർദ്ദേശത്തിന് അംഗീകാരം നൽകി. അപ്പോൾ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാംനാഥ് കോവിന്ദ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ് സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? ആൻസർ മോഹന സിംഗ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ്സ് സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? മോഹന സിംഗ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? അനുരാഗ് ഗാർഗ്. അനുരാഗ് ഗാർഗ് ആണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റിന്റെ 2ാം പതിപ്പിന് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റിന്റെ 2ാം പതിപ്പിന് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ് സ്ക്വാഡ്രണിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? മോഹന സിംഗ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? അനുരാഗ് ഗാർഗ്. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റിന്റെ 2ാം പതിപ്പിന് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? സന്തോഷ് കശ്യപാണ്. അപ്പോൾ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്? സന്തോഷ് കശ്യപ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി സന്തോഷ് കശ്യപിനെ നിയമിച്ചു. അസിസ്റ്റന്റ് കോച്ച് ആരാണ്? പ്രിയ PV. അസിസ്റ്റന്റ് കോച്ച് പ്രിയ PV ആണ്. ഗോൾ കീപ്പർ കോച്ച് രഘുവീർ പ്രവീൺ ഖനോൽക്കർ. രഘുവീർ പ്രവീൺ ഖനോൽക്കർ ആണ് ഗോൾ കീപ്പർ കോച്ച്. അപ്പോൾ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണ്? സന്തോഷ് കശ്യപ്. ഹൈദരാബാദ് വിമോചന ദിവസം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഹൈദരാബാദ് വിമോചന ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 17. ഹൈദരാബാദ് വിമോചന ദിനം എന്നാണ് സെപ്റ്റംബർ 17 ആണ്. ഹൈദരാബാദ് വിമോചന ദിനം സെപ്റ്റംബർ 17 ആഘോഷിക്കുന്നത്. 1948 ഹൈദരാബാദ് രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തപ്പെട്ട ദിവസമാണ്. അപ്പോൾ 1948 ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തിയത്. നൈസാമിന്റെ ഭരണം അവസാനിക്കുകയും ചെയ്തു. ഈ ദിവസം ഹൈദരാബാദ് ലിബറേഷൻ മൂവ്മെന്റ് രക്തസാക്ഷികളെ സ്മരിക്കുകയും നൈസാമിന്റെ ഭരണത്തിൽ നിന്ന് പ്രദേശത്തെ മോചിപ്പിക്കാൻ സ്വാതന്ത്ര്യസമര സേനാനികൾ നടത്തിയ ത്യാഗങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹൈദരാബാദ് വിമോചന ദിനം എന്നാണ് സെപ്റ്റംബർ 17. 1948 സെപ്റ്റംബർ 17 ഹൈദരാബാദ് രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെട്ടത്. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രൺധീർ സിംഗ്. രൺധീർ സിംഗ് ആണ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. 5 തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഷൂട്ടറാണ് ആര്? രൺധീർ സിംഗ്. 5 തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഷൂട്ടറാണ് ആര്? രൺധീർ സിംഗ്. അപ്പോൾ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രൺധീർ സിംഗ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെയാണ്? പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാലാണ് ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ.
അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ 8-നാണ് 2024 പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത. അപ്പോൾ 2024 സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ 8. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്ത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി എവിടെയാണ്? മറവൻതുരുത്ത്. അൾജീരിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിച്ചത് ആരെയാണ്? സ്വാതി വിജയ് കുൽക്കർണി. അപ്പോൾ അൾജീരിയയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? സ്വാതി വിജയ് കുൽക്കർണി. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര്യാന സബലങ്ക, ബെലറൂസ്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആര്യാന സബലങ്ക. ഫൈനലിൽ അമേരിക്കയുടെ ജെസിക്ക പെഗൂലയാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ജെസിക്ക പെഗൂല. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആര്യാന സബലങ്കയാണ്. അപ്പോൾ അൾജീരിയയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? സ്വാതി വിജയ് കുൽക്കർണി. 2024 പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 29 മെഡലുകളാണ് 2024 പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയത്. അതിൽ 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമാണ്. അതുൾപ്പെടെയാണ് എത്ര മെഡലുകൾ നേടിയത് ഇന്ത്യ? 29. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകളാണ് നേടിയത്? 7. വെള്ളി എത്രയാണ്? 9. വെങ്കലം എത്രയാണ്? 13. 1-ാം സ്ഥാനത്തെത്തിയത് ചൈനയാണ്. 2-ാം സ്ഥാനം ബ്രിട്ടന്. 3-ാം സ്ഥാനം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 29 മെഡലുകളാണ്. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡലുകളാണ് 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയത്. 1-ാം സ്ഥാനത്തെത്തിയത് ചൈനയാണ്. 2-ാം സ്ഥാനം ബ്രിട്ടനാണ്. 3-ാം സ്ഥാനം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18-ാം സ്ഥാനത്താണ് ഇന്ത്യ 2024 പാരീസ് പാരാലിമ്പിക്സിൽ. 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? നിതേഷ് കുമാറാണ്. രാജസ്ഥാന്റെ നിതേഷ് കുമാറാണ് 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയത്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നറാണ്. ഇറ്റലിയുടെ യാനിക് സിന്നറാണ് US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ഫൈനലിൽ അമേരിക്കയുടെ ടെയ്ലർ ഫ്രിറ്റ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ അമേരിക്കയുടെ ടെയ്ലർ ഫ്രിറ്റ്സിനെ പരാജയപ്പെടുത്തിയാണ് യാനിക് സിന്നർ US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന കേന്ദ്രത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏതാണ്? ഷീ ബോക്സ്. അപ്പോൾ ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന കേന്ദ്രത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഷീ ബോക്സ് എന്ന് അറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ്, ഇത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാംനാഥ് കോവിന്ദ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ് സ്ക്വാഡനിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? മോഹൻ സിംഗ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ ആര്? അനുരാഗ് ഗാർഗ്. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സബ്മിറ്റിന്റെ 2-ാം പതിപ്പിന് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകൻ സന്തോഷ് കശ്യപ്. ഗോൾ കീപ്പർ കോച്ച് ആരാണ്? രഘുവീർ പ്രവീൺ ഖനോൽക്കർ. അസിസ്റ്റന്റ് കോച്ച് പ്രിയ PV. ഹൈദരാബാദ് വിമോചന ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 17. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? രൺധീർ സിംഗ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ.
അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ 8 2024 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മറവൻ തുരുത്ത്. അൾജീരിയയിലെ ഇന്ത്യൻ അംബാസിഡർ സ്വാതി വിജയ് കുൽക്കർണി. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര്യാന സബലങ്ക. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? അമേരിക്കയുടെ ജെസിക്ക പെഗുലയെ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. ഒന്നാം സ്ഥാനത്തെത്തിയത് ചൈനയാണ്, രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടൻ, മൂന്നാം സ്ഥാനം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18ാം സ്ഥാനമാണ്. 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാരാണ്? നിതേഷ് കുമാർ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ. ആരെയാണ് പരാജയപ്പെടുത്തിയത്? അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. യാനിക് സിന്നർ ഇറ്റലിക്കാരനാണ്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന കേന്ദ്രത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏതാണ്? ഷീ ബോക്സ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ആരാണ്? KJ ബേബി. കനവ് ബേബി എന്നാണ് അറിയപ്പെടുന്നത്. KJ ബേബി. ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി വയനാട്ടിലെ ചിങ്ങോട് സ്ഥാപിച്ച ഗുരുകുല ആശ്രമമാണേത്? കനവ്. അപ്പോൾ കനവ് എന്ന സ്ഥാപനം ആരാണ് സ്ഥാപിച്ചത്? KJ ബേബി. അപ്പോൾ ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി വയനാട്ടിലെ ചിങ്ങോട് സ്ഥാപിച്ച ഗുരുകുല ആശ്രമമാണേത്? കനവ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ആരാണ്? KJ ബേബി. ഗോത്രജീവിത പശ്ചാത്തലത്തിൽ KJ ബേബി രചിച്ച നോവൽ ഏതാണ്? മാവേലി മന്ത്രം. ഇതിന് 1994 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം KJ ബേബിക്ക് നേടിക്കൊടുത്ത നോവൽ ഏതാണ്? മാവേലി മന്ത്രം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജോർദാനിൽ നടക്കുന്ന ലോക അണ്ടർ 17 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ ഗുസ്തി താരം ആരാണ്? സായിനാഥ്. ജോർദാനിൽ നടക്കുന്ന ലോക അണ്ടർ 17 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ ഗുസ്തി താരം ആരാണ്? സായിനാഥ്. മണ്ണിന്റെ കനവും പ്രദേശത്തിന്റെ നിരപ്പും കണക്കിലെടുത്ത് അവിടെ എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്ന് കണക്കാക്കുന്ന കേരള സർവകലാശാല രൂപം നൽകിയ മൊബൈൽ ആപ്പിന്റെ പേര് എന്താണ്? സ്ലിപ്പ് കെ. അപ്പോൾ എന്താണ് സ്ലിപ്പ് കെ? മണ്ണിന്റെ കനവും പ്രദേശത്തിന്റെ നിരപ്പും കണക്കിലെടുത്ത് അവിടെ എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്ന് കണക്കാക്കുന്ന കേരള സർവകലാശാല രൂപം നൽകിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് എന്ത്? സ്ലിപ്പ് കെ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമൻ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് ആരാണ്? കാർത്തിക് വെങ്കിട്ടരാമൻ. 2024 സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ബംഗ്ലാദേശ് ആണ്. ഫൈനലിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് കിരീടം നേടിയത്. അപ്പോൾ 2024 സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ബംഗ്ലാദേശ്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപക ആരാണ്? അരുണ വാസുദേവ്. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അരുണ വാസുദേവ്. അപ്പോൾ 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപകയാണ് ആര്? അരുണ വാസുദേവ്. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്ന് അറിയപ്പെടുന്നത് അരുണ വാസുദേവാണ്. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? പിണറായിയാണ്. കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ് കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത്. ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ് പിണറായി. അപ്പോൾ ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ് പിണറായി എന്ന സ്ഥലം. ജലബജറ്റ് തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണേത്? ധർമ്മടം. അപ്പോൾ ജലബജറ്റ് തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്?
ധർമ്മടം. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? പിണറായിയിലാണ്, കണ്ണൂർ ജില്ല. ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ് പിണറായി. ജലബജറ്റ് തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ എയ്റോ വിഭാഗത്തിൽ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരാണ്? ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. ഡോക്ടർ കെ രാജലക്ഷ്മി മേനോനാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ എയ്റോ വിഭാഗത്തിൽ ഡയറക്ടർ ജനറലായി നിയമിതയായത്. അപ്പോൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനം ഏതാണ്? DRDO ആണ്. ഈ DRDOയുടെ എയ്റോ വിഭാഗത്തിൽ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരാണ്? ഡോക്ടർ കെ രാജലക്ഷ്മി. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിക്കുന്ന ബിൽ നിയമസഭ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? അസം സംസ്ഥാനമാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിക്കുന്ന ബിൽ നിയമസഭ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? അസമാണ്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ 1935 അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം ഇല്ലാതാകും. അപ്പോൾ 1935 അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം, ഈ പുതിയൊരു നിയമം വരുമ്പോഴത്തേക്ക് ഇല്ലാതാവും. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിക്കുന്ന ബിൽ നിയമസഭ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? അസം. ബഹിരാകാശത്തിന്റെ അതിരായ കാർബൺ രേഖ കടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ 21 വയസ്സുകാരി ആരാണ്? കഴ്സൺ കിച്ചൻ. കഴ്സൺ കിച്ചൻ. അപ്പോൾ ബഹിരാകാശത്തിന്റെ അതിരാണേത്? കാർബൺ രേഖ. ഈ കാർബൺ രേഖ കടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? കഴ്സൺ കിച്ചൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം എന്താണ്? 2024 ദേശീയ പോഷകാഹാര വാരം സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ്. ഇതിന്റെ പ്രമേയം എന്താണ്? എല്ലാവർക്കും പോഷകാഹാരം. എല്ലാവർക്കും പോഷകാഹാരം എന്നതാണ് 2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം. പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? അവനി ലേഖ്ര. അപ്പോൾ പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? അവനി ലേഖര. 10 മീറ്റർ എയർ റൈഫിൾസിലാണ് അവനി സ്വർണം നേടിയത്. 10 മീറ്റർ എയർ റൈഫിൾസിലാണ് അവനി ലേഖര സ്വർണം നേടിയത്. അപ്പോൾ പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിയത് ആരാണ്? ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിയത് അവനി ലേഖരയാണ്. അവനി ലേഖര. ടോക്കിയോ പാരാലിമ്പിക്സിലും ഇതേ ഇനത്തിൽ അവനി സ്വർണം നേടി. ടോക്കിയോ പാരാലിമ്പിക്സിലും ഇതേ ഇനത്തിൽ അവനി സ്വർണം നേടിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് 2 തവണ പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖര. തുടർച്ചയായി 2 തവണ പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? അവനി ലേഖരയാണ്. അപ്പോൾ പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് അവനി ലേഖരയാണ്. 10 മീറ്റർ എയർ റൈഫിൾസിലാണ് അവനി ലേഖര മെഡൽ നേടിയത്. ടോക്കിയോ പാരാലിമ്പിക്സിലും അവനി സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? യാഗി. വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? യാഗി ചുഴലിക്കാറ്റാണ്. 2024 മെയ് 15 ഫെഡറേഷൻ കപ്പിന്റെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്ര. അപ്പോൾ 2024 മെയ് 15 ഫെഡറേഷൻ കപ്പിന്റെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. ഭുവനേശ്വറിൽ 82.27 മീറ്റർ എറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. വെള്ളി മെഡൽ ജേതാവ് ആരാണ്? ഡി പി മനുവാണ്. 82.06 മീറ്റർ ദൂരമാണ് എറിഞ്ഞത്. അപ്പോൾ 2024 മെയ് 15 ഫെഡറേഷൻ കപ്പിന്റെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്ര. ഭുവനേശ്വറിലെ 82.27 മീറ്റർ എറിഞ്ഞാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്.
വെള്ളി മെഡൽ ജേതാവ് ആരാണ്? DP മനുവാണ്. 82.06 മീറ്റർ ദൂരമാണ് എറിഞ്ഞത്. അപ്പോൾ വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? യാഗി ചുഴലിക്കാറ്റ്. നാസ നിയമിച്ച ആദ്യത്തെ ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ ആരാണ്? ഡേവിഡ് സാൽവാഗിനിയാണ് നാസ നിയമിച്ച ആദ്യത്തെ ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ. 2023 സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 3-ാമതാണ്. അപ്പോൾ 2023 സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 3-ാമതാണ്. ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ 3-ാമത്തെ വലിയ സോളാർ പവർ ജനറേറ്ററായി. അപ്പോൾ ജപ്പാനെ പിന്തള്ളിയിട്ടാണ് ഇന്ത്യ 3-ാം സ്ഥാനം നേടിയത്. ഇന്ത്യ ആവശ്യമുള്ള വൈദ്യുതിയുടെ 5.8% സൗരോർജത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ 5.8% ഉൽപ്പാദിപ്പിക്കുന്നത് സോളാറിൽ നിന്നാണ്, സൗരോർജ ഉൽപാദനത്തിലൂടെയാണ്. സൗരോർജ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ചൈനയ്ക്കും US-നും പിന്നിലാണ്. അപ്പോൾ 1-ാം സ്ഥാനം അപ്പോൾ ആർക്കാണ്? ചൈനയ്ക്കാണ്. 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. 3-ാം സ്ഥാനം ആർക്കാണ്? 1-ാം സ്ഥാനം ചൈന, 2-ാം സ്ഥാനം US, 3-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യ ഏത് രാജ്യത്തെ പിന്തള്ളിയാണ് 3-ാം സ്ഥാനത്ത് എത്തിയത്? ജപ്പാനെ പിന്തള്ളിയിട്ടാണ് 3-ാം സ്ഥാനത്തേക്ക് എത്തിയത്. ഇന്ത്യ ആവശ്യമുള്ള വൈദ്യുതിയുടെ എത്ര ശതമാനമാണ് സൗരോർജത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത്? 5.8%. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. $10,000 കോടി പ്രവാസി പണം നേടുന്ന ആദ്യ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. അപ്പോൾ $10,000 കോടി പ്രവാസി പണം നേടുന്ന ആദ്യ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ് ലോകബാങ്കിന്റെ ആസ്ഥാനം. ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ് ലോകബാങ്കിന്റെ പ്രസിഡന്റ്. അപ്പോൾ $10,000 കോടി പ്രവാസി പണം നേടുന്ന ആദ്യത്തെ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. മദ്രാസ് IITയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൈൻഡ് ഗ്രോ എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ കൺട്രോളർ സെക്യൂർ IoT ആണ്. അപ്പോൾ മദ്രാസ് IITയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൈൻഡ് ഗ്രോവ് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ കൺട്രോളർ ഏതാണ്? സെക്യൂർ IoT. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശി. അപ്പോൾ 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശി. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള പദവിയാണ് ഇന്റർനാഷണൽ മാസ്റ്റർ. അപ്പോൾ ചെസ്സില് ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള പദവി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്റർനാഷണൽ മാസ്റ്റർ. കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഗീത നാരായൺ ഗോപാൽ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഗീത നാരായൺ ഗോപാല്. അപ്പോൾ 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശിയാണ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള പദവി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്റർനാഷണൽ മാസ്റ്റർ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഗീത നാരായൺ ഗോപാൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 46ാമത് അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചി. 46ാമത് അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചിയിലാണ്. ദേശീയ വനിതാ ഹോക്കി ലീഗ് 2024 ഏത് സംസ്ഥാനത്താണ് ആതിഥേയത്വം വഹിച്ചത്? ജാർഖണ്ഡിലാണ്. അപ്പോൾ ദേശീയ വനിതാ ഹോക്കി ലീഗ് 2024 എവിടെയാണ്? ജാർഖണ്ഡ്. നേപ്പാൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? മെയ് 28-നാണ് നേപ്പാൾ റിപ്പബ്ലിക് ദിനം. നേപ്പാൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? മെയ് 28-നാണ്.
17 വർഷം മുമ്പ് 2008 നേപ്പാൾ പാർലമെന്റ് ചരിത്രപരമായ പ്രഖ്യാപനത്തിലൂടെ 240 വർഷം പഴക്കമുള്ള രാജവാഴ്ച ഇല്ലാതാക്കി. 2008 മെയ് 28 നേപ്പാൾ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ എന്നാണ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് നേപ്പാളിനെ പ്രഖ്യാപിച്ചത്? 2008 മെയ് 28 നേപ്പാൾ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നേപ്പാളിന്റെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? മെയ് 28. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ആരാണ്? KJ ബേബിയാണ്. ഗോത്രജീവിത പശ്ചാത്തലത്തിൽ KJ ബേബി എഴുതിയ നോവൽ ഏതാണ്? മാവേലി മന്ത്രം. ഈ നോവലിന് 1994 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് വയനാട്ടിലെ ചിങ്ങോട് സ്ഥാപിച്ച ഗുരുകുല ആശ്രമം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കനവ്. ജോർദാനിൽ നടക്കുന്ന ലോക അണ്ടർ 17 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ ഗുസ്തി താരമാര്? സായിനാഥ്. മണ്ണിന്റെ കനവും പ്രദേശത്തിന്റെ നിരപ്പും കണക്കിലെടുത്ത് അവിടെ എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്ന് കണക്കാക്കുന്ന കേരള സർവകലാശാല രൂപം നൽകിയ മൊബൈൽ ആപ്പ് ഏതു പേരാലാണ് അറിയപ്പെടുന്നത്? സ്ലിപ്പ് കെ. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് ആരാണ്? കാർത്തിക് വെങ്കിട്ടരാമൻ. 2024 സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ബംഗ്ലാദേശാണ്. ഫൈനൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് കിരീടം നേടിയത്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ചലച്ചിത്ര നിരൂപക ആരാണ്? അരുണ വാസുദേവ്. ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ വാസുദേവ്. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് എവിടെയാണ് നിലവിൽ വരുന്നത്? കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ്. പിണറായി ഏത് നിയോജക മണ്ഡലത്തിലാണ്? ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ്. ജലബജറ്റ് തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ എയ്റോ വിഭാഗത്തിൽ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരാണ്? ഡോക്ടർ K രാജലക്ഷ്മി മേനോൻ. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം എന്നിവ സർക്കാരിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിക്കുന്ന ബിൽ നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? അസം. ബഹിരാകാശത്തിന്റെ അതിരാണ് കാർമൻ രേഖ. ഇത് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? കഴ്സൺ കിച്ചൻ. 2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം എന്താണ്? എല്ലാവർക്കും പോഷകാഹാരം. 2024 ദേശീയ പോഷകാഹാര വാരം ആഘോഷിക്കുന്നത് എന്നു മുതലാണ്? എന്നുവരെ? സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ്. എല്ലാവർക്കും പോഷകാഹാരം എന്നതാണ് 2024 ദേശീയ പോഷകാഹാര വാരത്തിന്റെ പ്രമേയം. പാരീസ് പാരാലിമ്പിക്സ് 2024 ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? അവനി ലേഖരയാണ്. 10 മീറ്റർ എയർ റൈഫിൾസിലാണ് സ്വർണം നേടിയത്. തുടർച്ചയായി 2 തവണ പാരാലിമ്പിക്സ് സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? അവനി ലേഖ്ര. വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? യാഗി. അപ്പോൾ യാഗി ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് വീശിയത്? വിയറ്റ്നാമിലാണ്. 2024 മെയ് 15 ഫെഡറേഷൻ കപ്പിന്റെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. വെള്ളി മെഡൽ ആരാണ് നേടിയത്? DP മനുവാണ്. 82.06 മീറ്റർ. 2023 സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 3ാമതാണ്. ജപ്പാനെ പിന്തള്ളിയിട്ടാണ് ഇന്ത്യ 3ാം സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യ ആവശ്യമുള്ള വൈദ്യുതിയുടെ എത്ര ശതമാനമാണ് സൗരോർജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്? 5.8%. സൗരോർജ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ചൈനയ്ക്കും 2ാം സ്ഥാനം ആർക്കാണ്? US-നുമാണ്. 3ാം സ്ഥാനമാണ് ആർക്ക്? ഇന്ത്യക്ക്. $10,000 കോടി പ്രവാസി പണം നേടുന്ന ആദ്യത്തെ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. മദ്രാസ് IITയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൈൻഡ് ഗ്രോവ് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ കൺട്രോളർ സെക്യൂർ IoT. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശിയാണ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള പദവി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്റർനാഷണൽ മാസ്റ്റർ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഗീത നാരായൺ ഗോപാൽ. 46ാമത് അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കൊച്ചിയിലാണ്. ദേശീയ വനിതാ ഹോക്കി ലീഗ് 2024 ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. നേപ്പാൾ റിപ്പബ്ലിക് ദിനം എന്നാണ്?
28 മെയ്യിലാണ്. 2008 മെയ് 28-നാണ് നേപ്പാൾ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? യാനിക് സിന്നറാണ്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനെയാണ്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന കേന്ദ്രത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഷീ ബോക്സ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 1-ാം സ്ഥാനം ആർക്കാണ്? ചൈന. 2-ാം സ്ഥാനം ബ്രിട്ടൻ. 3-ാം സ്ഥാനം ആർക്കാണ്? അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 18 ആണ്. 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിന്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാരാണ്? നിതേഷ് കുമാറാണ്. അൾജീരിയയുടെ ഇന്ത്യൻ അംബാസിഡർ ആര്? സ്വാതി വിജയ് കുൽക്കർണി. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് അരിയാന സബലങ്ക. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? അമേരിക്കയുടെ ജെസിക്ക പെഗുല. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ്? സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8-ലെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം ഏതാണ്? മറവൻതുരുത്ത്. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാരാണ്? രൺധീർ സിംഗ് ആണ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. ഹൈദരാബാദ് വിമോചന ദിനം എന്നാണ്? സെപ്റ്റംബർ 17. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകൻ സന്തോഷ് കശ്യപാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ എലൈറ്റ് 18 ഫ്ലൈയിങ് ബുള്ളറ്റ് സ്ക്വാഡനിൽ ചേരുന്ന ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ്? മോഹന സിംഗ്. അനുരാഗ് ഗാർഗാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ജനറൽ. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റിന്റെ 2-ാം പതിപ്പിന് ഇന്ത്യ ആസൂത്രണം ചെയ്ത നഗരം ഏതാണ്? ന്യൂഡൽഹി. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിടെ വാർത്തകൾ വന്നത് ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്? രാംനാഥ് കോവിന്ദ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.